ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവി അപ്ഡേറ്റ്സ് പറയാൻ വേണ്ടി പോകുന്നത് മമ്മൂട്ടി ജിതിൻ കേസ് ജോസ് ഒന്നിക്കുന്ന ചിത്രത്തിൻ്റെ അപ്ഡേറ്റ് ആണ്. വിനായകനും ഇതിൽ പ്രധാന ലീഡുകൾ വരുന്നുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻ ഏറ്റെടുക്കുമ്പോൾ മമ്മൂട്ടിയാണ് ഇതിൽ വലിയ വേഷത്തിൽ വരാൻ വേണ്ടി പോകുന്നു. നെഗറ്റീവ് ഷെഡ്യൂളുള്ള കഥാപാത്രമാണെന്നൊക്കെ മുന്നേ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അതെ, 100% നെഗറ്റീവ് ഷെഡ്യൂളുള്ള കഥാപാത്രമാണ്. കാരണം മുടിയൊക്കെ ബാക്കിലോട്ട് ചീകി വെച്ച് വളരെയധികം എന്താ പറയുക സ്റ്റൈലിഷായിട്ടും പണ്ടത്തെ ഒരു കാർന്ന ലുക്ക് എന്നൊക്കെ പറയില്ലേ, ആ ഗെറ്റപ്പാണ് മൂപ്പര് ഈ പടത്തിൽ പിടിച്ചിട്ടുള്ളത്. പണ്ടത്തെ ഒരു കാറും കാര്യങ്ങളൊക്കെ ആയിട്ട് വിനായകൻ ഇതിൽ പോലീസ് ഓഫീസറുടെ റോളിലാണ് വരാൻ വേണ്ടി പോകുന്നത്. ഒരുപക്ഷെ നമ്മുടെ അവസാനം ഇറങ്ങിയ എബ്രാം ഹൗസിലെ പോലെ ഫ്ലാഷ് ബാക്ക് ലവ് സ്റ്റോറിയും പരിപാടിയും കാര്യമൊന്നും ഇല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ മികച്ചൊരു വില്ലനെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ചിത്രം റിലീസ് പ്ലാൻ ചെയ്തിട്ടുള്ള അവർ ഏപ്രിലാണ്. നമുക്ക് എന്തായാലും കാത്തിരിക്കാൻ മുമ്പ് ചിലപ്പോൾ ബസുക്ക് എന്ന് പറഞ്ഞ ചിത്രം ഉണ്ടായിരിക്കാം, അതിന് ശേഷം ആയിരിക്കാം. എന്തായാലും ഈ റിലീസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഡൊമിനിക്കിന് ശേഷം ഒരുപക്ഷെ ചിത്രമായിരിക്കാം എന്നാണ് പുതിയ അപ്ഡേറ്റ് ഉള്ളത്. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.